എന്തോ വെയില. എടാ ഇങ്ങോട്ട് വാടത്, നീ എന്തുകൂടാ ഇങ്ങനെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വന്നാണിത്. എന്തൊരു കഷ്ടം നോക്കണേ നീ ഇത്. ആ പിന്നെന്താ ചേലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഡ്രസ്സൊക്കെ കറക്റ്റ് ഇട്ടല്ലോ നീ. അമ്മാവൻ പറഞ്ഞത് കുറച്ച് സ്റ്റൈലായിട്ട് വന്നു. നീ നിന്റെ ഈ പഴഞ്ച ലുക്കൊന്ന് മാറിയപ്പോൾ തന്നെ നീ മെനയായിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഈ ഫ്രീക്ക് ലുക്കുകളാ ഇഷ്ടം. ഇതാണ് ഫ്രീക്ക് ലുക്ക്. നീ എന്റെ എത്ര പോലെ അപ്ഡേറ്റ് അല്ലടാ. നിന്നെക്കാടി 10-30 വയസ്സ് ഞാൻ മൂട്ടില്ലേ. നിനക്ക് ഇത്ര അറിയത്തില്ല നിനക്ക്. സ്റ്റൈലിന് ചീപ്പി വെച്ച് കൊള്ളാം അമ്മ. നീ കുട്ടനായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഇതാണ് ചെരുപ്പ് എന്നിട്ട് ഷൂ ഇടാൻ പറഞ്ഞില്ലടാ എൻ്റെ അടുത്ത്. ഇത് ഷൂസാ. ഇത് ഷൂസ് അല്ലടാ. ഇത് ഇത് ക്ലോക്സ്. എന്തിന് ക്ലോക്സ് ആരൊക്കെ? ആ അപ്പൊ മക്കളെ, ഇത് ഇന്നെങ്കിലും ഇതാ പെണ്ണിന്റെ വീട്. എനിക്ക് വേറൊരു കാര്യത്തിനടുത്ത് പറയാനുണ്ട്. നിന്റെ കമ്മീഷൻ വെച്ച് എനിക്ക് കോടാരത്തേലും വാങ്ങാൻ പോലും കാശ് കിട്ടുന്നില്ല. കുറെ ഈ മാസം തന്നെ കേട്ടോ. അമ്മാവൻ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ നടക്കുന്ന അമ്മാവന്റെ നിന്റെ കയ്യിലിരിപ്പടാ നീ ഇങ്ങനെ നടക്കുന്നെങ്കിൽ. നീ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഒരു പെണ്ണിനെ കൂപ്പിച്ചിട്ടാ. നിന്റെ വാ തുറന്നിട്ടേ. അമ്മാവൻ ഭയങ്കര വെയില്. സൺസ്ക്രീം വെച്ചിട്ടുണ്ട്. സൺസ്ക്രീം ഒലിക്കുന്നുണ്ട് നിന്റെ സൺസ്ക്രീം കേട്ടോ. അവിടെ ചെന്നിട്ട് വിവരക്കേടൊന്നും എഴുന്നള്ളിക്കരുത്. അമ്മാവൻ ഫ്രണ്ടിൽ നിന്ന് നടത്തി തരും കേട്ടോ. കേട്ടോ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം ഞാൻ ഇച്ചിരി തള്ളി വെക്കും. അല്ല നിന്നെ ഏതവിടെ ഇഷ്ടപ്പെടാനാ? എന്നെ നിന്റെ ഈ കൊടവണ്ടി ഈ ചകത്തോട്ട് കയറ്റിക്കാണ്. കുറേശ്ശെ തിന്നണോടാ രാവിലെ പഴങ്ങഞ്ഞി. വാ വാ വാ, ഇതാ വീട്. വലിയ വീടല്ലേ? പെണ്ണുങ്ങളെ കാണുമ്പോൾ അതിന്റെ ആക്രാന്തം ഉണ്ടല്ലേ, അത് ഇച്ചിരി കുറച്ച് എനിക്ക് പെണ്ണ് കിട്ടും കേട്ടാ. ഞാൻ അമ്മാവനെ കണ്ടുപിടി. ഓ അമ്മാവൻ തുമ്മാ കട്ടിൽ തടി കയറി എല്ലാതും അതിന് ഞാനാ പറഞ്ഞു തച്ചത്തൊക്കെ. കട്ടിലടി ഉളുമ്പ് പോലെ ഉളുത്ത് നോക്കാൻ കയറിയതാ. എല്ലാതും അതിന് വെച്ചാ കാര്യം. തങ്കമണിയേ, തങ്കമണിയേ. പെണ്ണിന്റെ അമ്മയാടാ അത്. കമ്പനി അറിയാം ഞാൻ നിന്നെ. ഇതും കൂടി നടന്നില്ലെങ്കിൽ പിന്നെ ഞനക്ക് പെണ്ണില്ല. നീ നിത്യ കന്യകനായിട്ട് തുടങ്ങേണ്ടി വരും കേട്ടല്ലേ. കോന്നിമ്പതിക്കാം. എവനെയൊക്കെ എന്തൊരു ചെയ്യും. ഇതാലുമല്ലേ അമ്മ പെന്റി തിന്നോ? എവനെ കൊണ്ടാണല്ലോ ദൈവമേ വന്നത്. ഇതാദ്യം എന്താ പറയാത്തെ? നീ മിണ്ടായി വരും. ഇപ്പൊ പെണ്ണൊക്കെ ഒരുങ്ങിയുണ്ടോ? എന്തുകൂടാ ഇത്? ഇതൊക്കെ 80 സ്റ്റൈലാണ് ഇരിക്കാ. എനിക്ക് പേടിയാവുന്നു. എന്തിനാ ആട്ടുന്നതിന് പേടിയാവുന്നതിന്? ഇത് നേരെ വെക്കാന്ന്. കഴിഞ്ഞ വട്ടം പോയപ്പോ ഓർമ്മയുണ്ട്, അച്ചമ്പ തിന്ന് തീർക്കല്ല. ഈ തിന്നാൻ തീറ്റി കാണുമ്പോൾ പിന്നെ ആക്രാന്തം കുറയ്ക്കണേ. നല്ല ഒരു അലുവ അല്ലെങ്കിൽ ഒരു ചിപ്സ് എടുത്ത് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് കാലും കെട്ടിക്കിരിക്കണേ. കുറച്ച് തള്ളിടാൻ പോവാ. ആ ഗോപാല വാ, കേറി വാ. ഞാൻ എന്നിട്ട് പെണ്ണിനെ ഒരുക്കൊണ്ടിരിക്കുവായിരുന്നു. ബാ വാ, അവള് റെഡിയായി. വാ. തള്ള എങ്ങ് പോയാ? തള്ള കാണാൻ വന്നേ മോളെ കാണാൻ വന്നേ? മോള് എന്നാ അവിടെ ഇരി. ഇവിടൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം. ചിപ്സ് ഒന്നും അല്ലേ? പലഹാരം വാങ്ങാൻ വന്നേ കവലയിൽ പോയി തിന്നൂടാ. ഭയങ്കര ടൈറ്റ് ഈ ഉടുപ്പ്. കാലുമേ കാലം കയറ്റിരി. ചാടയിട്ടിരി. ഇങ്ങനെയാണോ നീ ആട്ടി കാട്ടിരിടാ? എനിക്ക് ടെൻഷൻ ആവുന്നു. കൂളാവ് വെച്ചിട്ടില്ല. എന്ത് കൂൾ ഇപ്പത്തെ പിള്ളേർ എങ്ങനെ ഇരിക്കുന്ന ഫ്രീക്കായിട്ട് അങ്ങനെ അങ്ങനെ ശരി. നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് അവർക്ക് തോന്നണ്ടേ. എൻ്റെ ലുക്ക് വെച്ചാലും പെണ്ണ് തരും എനിക്ക്. എന്താ അങ്ങനെ ഡാട്ട കാട്ടിക്കോ. അതെന്തൊരു അസുഖം ഉണ്ടെന്ന് പറയും കൂടെ കഴിയാം. സ്റ്റൈലില് കണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ആക്കണേ? അമ്മാവാ ഫോട്ടോ കണ്ട പോലെ തന്നെ ആയിരിക്കുമോ? അത് അതിനെക്കാട്ടി സൂപ്പർ ആയിരിക്കുമോ? അതൊക്കെ ഫിൽറ്ററാടാ. ഇപ്പോഴത്തൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നേരിട്ട് കണ്ടിട്ടല്ലേ പറയാൻ പറ്റും. എനിക്ക് നല്ല മുടി വേണേ. മോനെന്തോ മുതി വന്ന് ഇതെന്തുവായത്? തുപ്പിൽ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കഴുത്തായിട്ടല്ലേ ഇരിക്കണ? എത്ര വയസ്സായിപ്പം? 35. 35. അത് മാക്സിമം ഇമ്പ്രസ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ടിപ്സൊക്കെ. ഇങ്ങനെ നോക്കണം. ഐ കോണ്ടാക്ട്. എൻ്റെ ഐ കോണ്ടാക്ട് നോക്കി. കള്ള കളവായി. റൊമാൻറ്റിക്, ഒരു മെച്യൂർ സ്റ്റൈൽ. എടാ എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓ കേട്ടോ. പെണ്ണിങ്ങോട്ട് വരത്ത് ഞാൻ കാണിച്ചത് അതാ. അതിപ്പോഴല്ല കല്യാണം കഴിഞ്ഞ്. അതല്ല റൊമാൻറ്റിക്. അമ്മാവാ എന്തിര്? എന്റെ പ്രശ്നം എന്താന്ന് ദിവസം നിനക്ക് ബുദ്ധിയില്ല, അതിന്റെ പ്രശ്നം. എനിക്ക് നാക്ക് തിരിയത്തില്ല. അതൊന്നും ഒരു പ്രശ്നമല്ലടാ. അത് പണ്ട് നിന്റെ നാക്കിലൊരു കെട്ട് വീണതാ, മനസ്സിലായില്ലേ? അത് ഒതുക്കത്താ. അത് കുഴപ്പമില്ല. ഞാനിപ്പോ നിന്റെ കൂടെ ചേർന്നിട്ട്
ആ കെട്ട് എന്നെ കളിയാക്കാൻ നിക്കുന്ന ഇതിന് കളിയാക്കിയതല്ല. എന്നെ എന്ത് പറഞ്ഞ എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കളപ്പം മൂക്കമ്മ അറ്റ പൊത്തിക്കുന്ന പണ്ട് നിന്നെ കളിയാക്കിയതിന്റെ കണ്ട് ഇവിടെ സ്റ്റിച്ച് കണ്ട അതൊന്നും പറഞ്ഞ എന്നെ കളിയാക്കാൻ നിക്കല്. അതെനിക്കറിയാം. എടാ നിനക്ക് നാക്ക് തിരിയതില്ലെങ്കിൽ എന്താ, നിനക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് പൈസയുണ്ട്. അതുണ്ട്. പിന്നെന്തുവാ ഈ നാക്ക് തിരിയുന്നൊക്കെ ഒരു പ്രശ്നമാണോ മക്കളെ? തങ്ക നമ്മള് വെയിറ്റ് ചെയ്യോട്ടോ. വന്നോട്ടോ. ചെറുക്ക ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാ. പിന്നെ ഫോട്ടോ എല്ലാം കണ്ടിട്ടുള്ളൂ. നീ എന്തൊരു അവര് വന്നിരിക്കുന്ന ഒരു അമ്മ അങ്ങനെ പോയി കണ്ടാ നീ എനിക്ക് വയ്യ. ഇതെന്ത് നീ ഫോണോടെ ഇതെന്തോ ഈ തലയൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചേക്കുന്ന? ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്റെ ബെസ്റ്റ് ഇപ്പൊ ഡൂക്കിന് ആ ഡൂക്ക് വാടകയ്ക്ക് എടുത്ത് വെച്ചേക്കുന്ന റൈ എവൻ ഒറിജിനല്ല. എന്നാലും സൗന്ദര്യം ഉണ്ടമ്മ. സൗന്ദര്യമുണ്ട്. സൗന്ദര്യം എടുത്ത് തിന്നോണ്ടിരിക്കും. ലൈക്കാന്നറിയാമോ അങ്ങനെ ഫോട്ടോയില് മുടിയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി അച്ഛനും മോളും പോകുന്നു പറഞ്ഞ് കളിയാക്കും അമ്മ എന്നെ. വൈകിട്ടത്തെ ഓർമ്മയായി പോയി. നല്ല കളപ്പൻ കഴിഞ്ഞ് പതുക്കെ എന്തുവാ ഇത്? ഹലുവ മാത്രമല്ല അമ്മവാ പത്തിച്ചാ. ഇനി ചോദിക്കാം അവരുടെ അടുത്ത് ഹലുവ മാത്രമേ ഉള്ളതാണ്. ഹലുവ മാത്രം ചോദിക്കോളാം. അമ്മ ചോദിക്കാൻ നല്ല ഹലുവ ഒരു കഷ്ണം എടുക്കാം. ഒരു കാര്യം എന്തായി അമ്മാവ് ആദ്യം എടുക്ക് എന്നിട്ട് നാടുക. അവന്റെ സെലക്ഷൻ അങ്ങനെ ഉണ്ട്. അതേപോലെ അമ്മാവമ്മനെ തള്ളേ സൂപ്പറാ വേണമെങ്കിൽ പെണ്ണെന്താ ഇരിക്കാത്ത? ആ പെണ്ണെടുത്ത് ഇരിക്കാൻ പറ. വാ മോളെ വാ. വേണ്ട നീ ഇവിടെ ഇരിക്കാൻ വാ. ഇല്ല മക്കളെ, ഇതൊക്കെ പണ്ടത്തെ ഏർപ്പാടല്ല. അപ്പൊ ഇതാണ് നമ്മുടെ പയ്യൻ ഉണ്ണി. നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലെല്ലാരും ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും. ഉണ്ണിക്കുട്ടാന്ന്. ലുക്കും ഉണ്ട്. അവനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഇന്ന് തീരത്തില്ല. നാളെ 100 നാവ എല്ലാവർക്കും. എന്തിനാ മോ രഹസ്യം പറഞ്ഞത്? എല്ലാരും പറയുമ്പോ 100 നാവാന്ന് പറഞ്ഞതാ. ഇന്ന് ഇവനെ പറ്റി പറഞ്ഞ് തീരത്തില്ല. വേണമെങ്കിൽ ഇന്നിവിടെ കിടന്നിട്ട് നാളെയൊക്കെ പോവാം. അയ്യോ അത് വേണ്ട. മോന് നാക്ക് ഇച്ചിരി കുഴപ്പമാണ്. ഈ പണ്ട് ഇങ്ങനെ നാക്കിൽ കെട്ട് വീണതാ. അത് കുഴപ്പമില്ല മോനെ. അതിലൊന്നും അല്ലല്ലോ, കഴിവിലല്ലേ. അത് കുഴപ്പമില്ല. അവനെന്തോ മോനെന്തോ ജോലി? ഞാൻ പറയട്ടെ, നീ പറ. എസ്തേത്ത് എനിക്ക് എന്തോനെ എന്തോനെ നിങ്ങൾക്ക് തെവി എത്തൂതേ ഒത്തു തള്ളേ. അത് 2 ദിവസം കഴിയുമ്പോ അങ്ങ് ശരിയാവും. ആദ്യം പറഞ്ഞ നിങ്ങളെ മോള് ഭാഗ്യവതിയാ. അങ്ങോട്ട് വന്നു കഴിഞ്ഞാ അവിടുത്തെ ഒട്ടേറെ ഇട്ട് വിട്ടാലും മതി. ഇല്ലേടി ഒന്നും കൊണ്ട് പേരക്കണ്ട. നിങ്ങളുടെ മോള് എന്തൊക്കെ ഇത് സുരക്ഷിതമായിരിക്കും. ഇപ്പഴേ തന്നിട്ട് പോട്ടെ. ഇപ്പൊ വേണ്ട. പിന്നെ തള്ളൊക്കെ പോരാ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രായമായില്ലടാ. അമ്മേ അത്തന്നൊക്കെ എവിടെ? എന്താ അവന്റെ അമ്മ വിളി കണ്ട. അവന് കുഞ്ഞുനാളിലെ അവന്റെ അമ്മ അവനെ വിട്ട് പോയതാണ്. അതിനുശേഷം എല്ലാരെയും അങ്ങ് അമ്മ വിളിയാ. അതാ മോനെ ആ ഒരു ഇതേ ആ ഒരു ഗുരുത്വമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ മോനെ ഈ ഒരു ഐശ്വര്യ നിലയിൽ എത്തിയത്. സ്നേഹമുള്ള മോനാ. പിന്നെ അച്ഛനായിട്ട് ഒരുപാട് റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ നോക്കി നടത്തി അങ്ങനെയൊക്കെ പോകുന്ന ഒരു കൊച്ചാ. പിന്നെ ഈ നാക്കിന്റെ സംസാരിക്കുന്ന ചെറിയൊരു വിഷയമുണ്ട്. സത്യം പറഞ്ഞ അതൊന്നൊരു ഇതായിട്ടേ കൂടണ്ട. അതവരെ കഴിവാത്. ഈ പെണ്ണൊന്നും മിണ്ടുന്നില്ല. മക്കളെന്തോ മിണ്ടാ. നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഞാൻ B.Ed കഴിഞ്ഞു. എമ്മ ആയിരുന്നു. ഇംഗ്ലീഷ്. അപ്പോ what about your future plans? മൂഞ്ചി. ഞാൻ അവിടെ ചെന്ന് വെട്ടി ജീവിക്കേണ്ടി വരുമോ? വേണ്ട, അവിടെ വെട്ട വേറെ ആൾക്കാരുണ്ട്, അവിടെ വെത്തിക്കോളും. മോള് ഒന്നും ചെയ്യണ്ട, ഒത്തുകഥ പതക്കിയാ മതി. ഉണക്കിക്കൊണ്ട് അവിടെ റബ്ബർ ഷീറ്റ് കൊടുത്താൽ മതി. കിലോക്ക് 130 ഉണ്ട്. ഇന്നലെ 140 ആ 150. അച്ഛൻ എവിടെ മക്കളെ? അച്ഛൻ ഗൾഫിലാ. ആണോ? എന്തേ നോത്തോ എന്തോ തള്ളേ. അവള് പറയുന്ന ഇച്ചിരി വയറൊന്നും ഇച്ചിരി വലുതാണ്. അയ്യോ ഇതിപ്പോ കുറയും. അവ ഇന്ന് ഓടാൻ പോകുന്നുണ്ട്, അതുപോലെ ജിമ്മിന് പോകുന്നുണ്ട്. 2 പോസ് കാണിക്കളെ. പിന്നെ വേറൊരു പോത്തുണ്ട്.
പാടത്ത് കോലമായിട്ട് കൊണ്ട് വെക്കാൻ കൊള്ളാം. മാമോ ഇപ്പൊ എന്തെങ്കിലും പറയുന്നത്? ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, അതൊന്നും കണക്കാക്കണ്ട. അവർക്ക് ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. റൊമാൻറ്റിക് ആയിട്ട് പിടി. ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യുന്ന വീഡിയോ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്. പറ നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല എനിക്ക്. മോള് വീഡിയോ ചെയ്യുമല്ലേ? എനിക്ക് 100K ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ വീഡിയോ കാണും, ലൈക്ക് ബട്ടൺ അയച്ചിട്ട് ഷെയർ കൊടുക്കും. ഇൻസ്റ്റ ഐഡി ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഉണ്ട്, 3 ഉണ്ട്. ഐഡി നെയിം എന്താ? ഉണ്ണിക്കുത്തൻ OP. സെർച്ച് ചെയ്തിരിക്കുന്നതാ ഭേദം. ഓപ്പി എന്തുവാടാ? ഉപദേശം. ഇങ്ങനെ ഒരുമാതിരി ചത്തു കുത്തിയിരിക്കല്ലേ. ആ പെണ്ണിനെ ഇഷ്ടപ്പെടില്ല, മുഖത്തിൽ നിന്ന് വായിച്ചെടുത്തല്ലേ അവളെ കണ്ട, ഒരു താല്പര്യമില്ല. എന്നാ ഞാൻ റൊമാൻറ്റിക് ആയിട്ട് നോക്കട്ടെ. നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ നോക്ക്. അതെന്തൊരു ചരിഞ്ഞത് ഇങ്ങനെ നിന്നാലേ എനിക്ക് റൊമാൻറ്റിക് വരും. ഒളിഞ്ഞിരിക്കുന്ന നുണക്കുഞ്ഞെ കാണിക്ക്. എന്താണോ കണ്ടിട്ട് അവളെ ഇഷ്ടപ്പെട്ടിട്ടാണോ നിന്റെ ഫോട്ടോ എടുക്കുക? പിന്നെ വീട്ടുകാരെ അച്ഛൻ മാത്രം. ഞങ്ങൾക്ക് 3 പത്തിയുണ്ട്. പത്തി ഇങ്ങനെ പറയും. പട്ടി വീട്ടിൽ പൂച്ച കരയോടി കാണിച്ചോറാ. എന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നിനക്ക് പെണ്ണിട്ടത്. അവളെ കുറിച്ച് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കുറച്ച് ടോപ്പിക് എനിക്ക് ചോദിക്കും. അതിനെ കുറച്ച് എഡ്യൂക്കേഷനെ കൊണ്ടെന്ന് വിചാരിക്കട്ടെ, ആഗോളകരമായി സംസാരിക്കണം. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയിട്ടാ എഡ്യൂക്കേഷൻ തോന്നി. അതാണ് ഞാൻ തോന്നുന്നത്. എന്നാൽ കുറച്ച് ഡെവലപ്ഡ് ആയിട്ട് സംസാരിക്കുക, കുറച്ച് മെഴുകി സംസാരിക്കുക. ആഗോള താപനത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. അയ്യോ, കുത്തിക്ക് അഭിപ്രായമില്ല. നമ്മൾ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നു? അമ്മാവാ, കുത്തിക്ക് എന്തത്ര വിവരമില്ലാന്ന് തോന്നുന്നു. അമ്മാവ ഈ കുത്തി എനിക്ക് എനിക്ക് അല്ല മോനെ, അങ്ങനെ നമുക്ക് കംപ്ലൈന്റ് ഒന്നും പറയാല്ല കേട്ടോ. മക്കൾ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട്, ആ മനസ്സിൽ എല്ലാവരും ഉണ്ട്. ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് വാരി കോരി കൊടുക്കും. ചിലവരൊക്കെ സഹായിക്കും, വീട്ടിലൊക്കെ വരുന്നവർക്ക് 1000 10,000 വെച്ച് ചെക്കൊക്കെ എഴുതിയും കൊടുക്കുക. അത്ര സ്നേഹമാ. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ വീടൊക്കെ ഒന്ന് പെയിന്റൊക്കെ അടിച്ച് ഇതല്ല അത് കാണിക്കട്ടെ. ചുറ്റും റബ്ബറൊക്കെ വെച്ചാലോ? നിങ്ങൾ അത്തം ഒന്നും ഒത്തുതല വലിക്കും. ഷീറ്റടിയൊന്നുമില്ല ഇവനെ, ഒട്ടിറയുള്ള ബിസിനസ് പറയണം. ചീത്തളിയെ കൊണ്ടുവന്നു. ചീത്തളിയാ? ചീറ്റല്ല, അമ്മാവ ഇന്നലെ വന്ന് കുനുക്കിട്ട് അവര് ഓർമ്മയില്ലേ? മാന്ന് പോയാത് ഇന്നലെ 4 റമ്മി കളിച്ച് ജയിച്ചത്. അമ്മാവ തോറ്റ്. അമ്മ ഇവരെ 2 കുനുക്കിട്ട്. എടാ അത് നീ അല്ലേ പിന്നെ അടുത്ത കഴുതയായത്? അമ്മാവ ഞാനാ എല്ലാ കളിയും ജയിക്കുന്ന. അമ്മാവ് ഒറ്റ കളി പോലും ജയിക്കത്തില്ല, എല്ലാ കളിയും ഞാനാ ജയിക്കുന്ന. അമ്മാവ എന്നും വന്ന് കുനുക്കിട്ട് അങ്ങനെയല്ലാതെ കരുത് ഭയങ്കര തിരിയാ. പോവാല, ഇത് ചീട്ടുകളിയൊക്കെ ആയാൽ പറ്റൂല. പോവാല ഷീറ്റാണോ? കണക്കൊക്കെ തെറ്റി പോകും കേട്ടോ. ഷീറ്റ് ചിലപ്പോഴേ 500 ഷീറ്റിൽ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ദിവസം ഏതാണ്ട് ഒരു 10,000-15,000 രൂപയുടെ ഷീറ്റ് ആവും വിൽക്കുന്നത്. അതിന് ഒട്ടേറ വേറെ പിന്നെ പിള്ളേർക്കൊക്കെ ദാനമായിട്ടാണ് കൊടുക്കും. പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ വീട്ടുകാർക്കും വേണ്ടിയിട്ട് അത്ര ദാനശീലന. അല്ല, കെത്തി കേട്ടാ പിന്നെ ഒത്തത എന്താ പെണ്ണ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ മോന്? പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. കുത്തി ഒന്നും മിണ്ടുന്നില്ല, നാണക്കാതിയാന്ന് തോന്നുന്നു. അവള് പറയുന്ന ഇച്ചിരി ഒന്ന് വയറൊന്ന് കുറയ്ക്കണം. അത് ഓടി കുറയ്ക്കാം. അത് എന്നും ഞാൻ ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് രാവിലെ ഇറങ്ങി പോകും. അപ്പം നമ്മുടെ ഈ നാട്ടുകിടപ്പൊക്കെ അനുസരിച്ച് ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? നീ കാര്യം പറ, എനിക്ക് സംസാരിക്കണ്ട. കൺകൾ ഇതെന്താൽ കൺകൾ ഇതെന്താൽ വയത് കൂതിയാ എനിക്ക് നോക്ക് കൊട വേറെ കിട്ടും. സദയു കല്യാണം കഴിഞ്ഞ് പേര് മാറ്റൂ, സദയു ഉണ്ണീനാക്കാം. ഇല്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇൻഷ്യൽ മാത്രമേ ഇടാറുള്ളൂ. അച്ഛൻ്റെ പേരെന്തുവാ? പ്രഭാകരൻ. ഇൻഷല് PP. രണ്ടച്ഛനുണ്ടോ? ഒരു അച്ഛനേ ഉള്ളൂ. പിന്നെ ആ പി അച്ഛൻ്റെ പേരാ. എത്ര വയസ്സുണ്ട്? കഴിഞ്ഞ വർഷം 34. എന്നെക്കാളും ഈ വർഷം 34. പേടിക്കണ്ട, ഞാൻ ആധാർ കാർഡിലെ ഡേറ്റ് തിരുത്തി.
കിളവ പാന്ന് കുറച്ച് റൊമാന്തിക്ക് പിടിക്കാം. എന്താ കുത്തി എന്തത്തെ റൊമാന്തിക്കാൻ തോന്നും. തിന്നു നോക്ക് വണ്ട് എന്തേ വണ്ട്. ആ അത് ചിത്രശില്പ കൊടവേർ ആടുന്നു. ഇത് എത്ര വർഷമായിട്ടുണ്ട് ഇങ്ങനെ? കുറച്ചു നാളായി. ഇതെങ്ങനെ കുറയോ ജിമ്മിൽ പോയിട്ട്? ഞാൻ കുറയുന്ന അല്ലാതെ ഇത് കുറയുന്നില്ല. നീ ഒന്ന് സഹായിക്കുന്നു. എന്ത് കൊതക്കായി തന്നെ അങ്ങ് നടന്ന് കുറച്ചാ മതി. പിന്നെ കുത്തി പേടിക്കണ്ട കേട്ടോ. എനിക്ക് അങ്ങനെ വരെ ലവ് ഒന്നും ഇല്ല. ഓ പേടിയില്ല. ലവ് പ്രേമിച്ചൂടായിരുന്നു ആരെങ്കിലും ഒക്കെ? എന്റെ നോക്കിയായിരുന്നു ഒന്നും കിട്ടിയില്ല. എന്നെ പോലത്തെ ചെറുക്കത്തെ കിട്ടിയത് കുത്തിയുടെ ഭാഗ്യം. ഇതുപോലെ എനിക്കിനി വേറെ എവിടെയും കിട്ടത്തില്ല. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. നിബന്ധനകള്. പറ. 10 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കയറത്തുള്ളൂ. 10 മണി നീ എവിടെ പോകും? എനിക്ക് 5-6 ബെസ്റ്റീസ് ഉണ്ട്. ഞാൻ അവരോടൊക്കെ കറങ്ങാൻ പോകും. പൊക്കോ. പക്ഷെ പോകുമ്പോ എന്നെക്കൂടെ കൊണ്ടുപോകണം. എന്തിന്? ബെസ്റ്റ് കൂടെ. അയ്യോ ഞങ്ങള് യൂത്ത്മാര് മാത്രമുള്ള കുറച്ച് പാർട്ടീസിനായിരിക്കും വന്നത്. ഇതുപോലെ കിളവന്മാരെ കൊണ്ടുപോകാൻ പറ്റൂല. ഞാനും ഊത്താ. നല്ല ഊത്താ. നീ എവിടെ പോയാലും എന്നെ മറക്കല്ലോ. ഇല്ല മറക്കത്തേ ഇല്ല. സൺഡേ നൈറ്റ്സ് സ്ലീപ്പ് ഓവറിന് പോകും എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടില്. അതായത് ഞാൻ അവിടെ കിടന്ന് പിറ്റേന്ന് തിങ്കളാഴ്ചയെ വരുള്ളൂ മടങ്ങി. നീ എന്നെ പത്തിക്കത്തൊന്നുമില്ലല്ലോ. ഞാനോ ഒരിക്കലും ഇല്ല. എന്നാ കുഴപ്പമില്ല. പിന്നെ കുട്ടികള് അത് വേണമെന്ന് പറയരുത്. ഇല്ല. ഓ ഇതിപ്പോ എന്തിനാ നീ ഒറ്റയ്ക്ക് ജീവിക്കുക. പിന്നെ ഞാനൊരു വഴിക്ക് പോയി കഴിഞ്ഞ് എന്നെ കുണുങ്ങണ കിടന്ന് വിളിക്കരുത്. എനിക്ക് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. എനിക്ക് എൻ്റെ ചിലവിനുള്ള പൈസ എനിക്ക് അക്കൗണ്ടിൽ മതി. എനിക്ക് ക്യാഷ് ആയിട്ടൊന്നും വേണ്ട. അക്കൗണ്ടിൽ തന്നാൽ മതി. അത് GPay ആണ് ഇപ്പം എല്ലായിടത്തും എളുപ്പം. എനിക്ക് GPay ഇല്ല. കുഴപ്പമില്ല. എൻ്റെ അക്കൗണ്ടിലും കിട്ടാൽ മതി. ബാങ്കിൽ കൊണ്ടുപോയി. എനിക്ക് ഇതറിയത്തില്ല. എല്ലാം അച്ഛനാ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഉണ്ടോ? അതുണ്ടോ. എത്രയുണ്ട് ബാലൻസ്? ആദ്യം നിന്നത് പറയുന്ന പെണ്ണൊത്ത് റൊമാന്തിക്കല്ലോ. കിളമ പറഞ്ഞ ഉമ്മ കൊത്തോ. എന്താ ചേട്ടാ? ഭയങ്കര തൂത്. അത് ചൂടുണ്ട്. കുത്തി പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ എനിക്ക് ഓക്കെയാ. എന്നെ ഒരിക്കലും കളിയാക്കല്ലേ. എന്നെ കളിയാക്കല്ലേ. ഓ കളിയാക്കല് എനിക്ക് ഇഷ്ടമല്ല. എന്നെ ഒരിക്കലും ഇല്ല. കാരണം പണ്ട് തൊട്ടേ എല്ലാതും എനിക്ക് നാക്ക് തീരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അതിപ്പോ അവരുടെ കുറ്റമല്ല. പറയുന്ന വല്ലതും മനസ്സിലാവണ്ടേ ആർക്കെങ്കിലും? കുത്തി ഇപ്പൊ തന്നെ കളിയാക്കും. അയ്യോ കളിയാക്കിയതല്ല ചേട്ടാ. പണ്ട് തൊട്ടേ എല്ലാവരും കളിയാക്കും. നിന്റെ നാക്ക് ഇങ്ങനെ, ഇതെന്തത് ഇങ്ങനെ, എല്ലാവരും എന്നെ കളിയാക്കും. 10 പേരിന് മുമ്പ് എന്നെ സംസാരിക്കാൻ പറയാൻ എനിക്ക് നാണക്കേടാവും ചില സമയം. കാരണം എല്ലാവരും കളിയാക്കും. ചേട്ടൻ സംസാരിക്കണം. ചേട്ടന് പകരം ഞാൻ സംസാരിക്കാം. നീ ആവുന്ന എന്താ ഒച്ച ഒച്ച. ഇനിയിപ്പോ ആയില്ലേ പറ്റൂ. ആവാം. നമ്മൾ നല്ല മാച്ചിങ് ആട്ടോ. പിന്നെ അപ്പൊ നമ്മൾ ഇറങ്ങും കേട്ടോ. അതിന് കൊച്ചിന്റെ അച്ഛനായിട്ടൊക്കെ തിരക്കിട്ടെ. അതുപോലെ നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവരും ആയിട്ടൊക്കെ വര ഉറപ്പിക്കാൻ വേണ്ടിട്ട് ചെറുക്കനൊക്കെ ചോദിച്ചു കേട്ടോ. അത് നമ്മൾ ഇറങ്ങുക. പോയിട്ട് വരാ അമ്മേ. സദൈവ് പോയിട്ട് വരാവേ. ഉമ്മ വാഴയ്ക്ക വാങ്ങിട്ട്